ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരുപാട് കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട്. കിളി കാണാമോ? ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കിളികളൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിലും പ്രത്യേകിച്ച് എല്ലാ വീഡിയോകളെയും പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഒരു മാസത്തെ നല്ല നല്ല മൊമെൻറ്റ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നോക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായ നമ്മൾ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ നമ്മൾ റെഡിയാക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കറിവേപ്പില. ഒരു എത്ര വേണേലും കറിവേപ്പില നമുക്ക് ചേർക്കാം. നമ്മുടെ മുടിക്ക് നല്ല കളറും കറുപ്പ് കളറും അത് വളരാനും അതിൻ്റെ ഗ്രോത്തിന് വേണ്ട എല്ലാ ഉപയോഗമുള്ള ഐറ്റംസും ഈ കറിവേപ്പിലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെയർ ഓയിൽ എണ്ണ കാച്ചുമ്പോൾ തലയിൽ തേക്കുന്ന, അതായത് ഹെയർ ഗ്രോത്തിന് വേണ്ട തരത്തിലുള്ള ആ എണ്ണ കാച്ചുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ കറിവേപ്പില. ഞാൻ ഉൾപ്പെടുത്തുന്ന ഐറ്റമാണ് കറിവേപ്പില. അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ഐറ്റത്തെക്കുറിച്ച് ഞാൻ പറയാം. ഒരുപാട് ഐറ്റം ചേർക്കുന്നുണ്ട്. ഒരു 10-30 ഐറ്റം ആ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിലൊരു ഐറ്റമാണ് ഈ മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി നന്നായിട്ട് തഴച്ചു വളരുന്നതിനും നന്നായിട്ട് മുടിക്ക് നല്ല മിനുസം ഉണ്ടാകുന്നതിനും അതിൽ താരൻ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ മുഖത്തെ കറുത്ത പാടുകൾ, ചെറിയ ഞൊടലുകളൊക്കെ വന്ന് ചെറിയ കുരുക്കളൊക്കെ വന്നിട്ട് അതൊരു കറുത്ത പാടൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുവാണ്. അത് പോകുന്നതിന് വേണ്ടി ഞാനൊരു ആയുർവേദ ഷോപ്പിൽ നിന്ന് ഒരു ചെറിയൊരു ഓയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് പാമരാതി കേരതൈലം, നാൽപ്പാമരാതി കേരതൈലം. അത് നമുക്ക് തലയിലും തേക്കാവുന്നതാണ് പറയുന്നത്. പക്ഷെ ഞാൻ തലയിൽ തേക്കാറില്ല. മുഖത്ത് നല്ല കളറ് വരും കേട്ടോ. അതിനകത്ത് നമ്മുടെ സ്കിന്നിന് നല്ല കളറ് വരുന്നതിന്, നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറി മുഖം നല്ല തെളിച്ചമാകുന്നതിന് സഹായിക്കും എന്ന് എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ച് ഞാൻ പുരട്ടുന്നുണ്ട്. ആ പുരട്ടുന്ന സമയമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും പ്രയോജനപ്രദമാകുന്നെങ്കിൽ ചെയ്യുക. ഞാനൊരു 1 മന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് എനിക്കത് ഗുണം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ മുഖത്ത് കറുത്ത പാടുകളെല്ലാം അതിൻ്റെ ആ ഒരു കറുപ്പിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അത് ഡെയിലി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഡെയിലി ഒന്നും ഞാൻ തേക്കാറില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഞാൻ തേച്ചെങ്കിലായി. അത് തേക്കുന്ന ഒരു സമയമാണ്. പക്ഷെ നല്ല തേച്ച് കഴിയുമ്പം നല്ല മിനുസം ഉണ്ട്, നല്ല മുഖത്തിന് നല്ല തിളക്കമുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കമുണ്ട്. നമുക്ക് ഒരു ക്രീമും തേക്കേണ്ട കാര്യമില്ല. അതിന് ശേഷം നല്ല തെളിച്ചമുണ്ട് മുഖത്ത്. നാൽപ്പാമരാതി കേരതൈലം എന്നാണ് ആ ഒരു തൈലത്തിൻ്റെ പേര്. അത് ഉപയോഗിക്കുന്നവർക്കറിയായിരിക്കും. അത് എനിക്കൊരാൾ പറഞ്ഞു തന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ എനിക്ക് എവിടെയൊക്കെ ട്രിപ്പ് പോയാലും, ചെറിയ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും എനിക്ക് തിരിച്ച് ഇവിടെ വരുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. എൻ്റെ വീടും എൻ്റെ ആ ഒരു പരിസരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റോഡെന്ന് പറയുന്നത് പത്തനംതിട്ട കോട്ടയം ബോർഡറാണ് കേട്ടോ. ഈ റോഡിൻ്റെ അങ്ങേവശം പത്തനംതിട്ടയും ഈ റോഡൊക്കെ കോട്ടയം ജില്ലയിലാണ് കേട്ടോ. ബോർഡറാണ് നമ്മുടെ ഈ ഒരു ഭാഗമെന്ന് പറയുന്നത്. പത്തനംതിട്ട കോട്ടയം ബോർഡറാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പത്തനംതിട്ടയും കോട്ടയവും രണ്ടിടവും നമുക്ക് ഒരുപോലെയാണ്. എല്ലായിടത്തും നമുക്ക് പോയേ പറ്റൂ. കാരണം കോട്ടയം ജില്ലയെ മാത്രം ആശ്രയിച്ചും പത്തനംതിട്ട ജില്ലയെ മാത്രം ആശ്രയിച്ചും നമുക്ക് പറ്റത്തില്ല.
ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പറ്റുന്നില്ല. സമയമില്ലെന്ന് പറയരുത് എന്നാണ് എൻ്റെ ഈ ഒരു വർഷത്തെ ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്. സമയം 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണ് എനിക്കും ഉള്ളത്. പക്ഷേ അങ്ങനെ അറിയാതെ പറഞ്ഞു പോവുകയാണ്. സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സമയം അറേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യണമെന്നാണ്. വ്ളോഗ് ചെയ്യാനുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും നമ്മൾ എല്ലാം അടുക്കി വയ്ക്കുന്നു. ഒന്നും അടുക്കി വെച്ചിട്ടില്ല, എങ്കിലും അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 2-3 ആഴ്ചത്തെ വിഷ്വൽസാണ് ഞാൻ എൻ്റെ വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു മാസം ഒരു വ്ളോഗെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. അതിനായിട്ട് നമ്മുടെ കുറച്ച് കുഞ്ഞു വിഷ്വൽസ് എല്ലാം നമുക്ക് ഒന്നിച്ച് ഒരു വ്ളോഗായിട്ട് നമുക്ക് ചെയ്യാനാണ് ആഗ്രഹം. മൾബറി, എൻ്റെ മുറ്റത്ത് ഉള്ള ഒരു മൾബറി മരത്തിൽ നിന്ന് പറിച്ച മൾബറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് അത് കയ്യിൽ ആ കളറൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അധികം അങ്ങനെ കഴിക്കാറില്ല, ഞാനാണ് കഴിക്കാറുള്ളത്. കുറേ നേരം കൊണ്ട് നടക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കുക. മൾബറിയുടെ ഇല തോരൻ വെച്ചാൽ നല്ലതാണ്. എല്ലാവരും വെക്കേഷൻ മൂഡിലായിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമിൻ്റെ ടെൻഷനും എല്ലാം കഴിഞ്ഞ് വെക്കേഷൻ മൂഡാണ് എല്ലാവർക്കും. എല്ലാവരും എൻജോയ് ചെയ്യുക, വെക്കേഷൻ അടിച്ചു പൊളിക്കുക. ഒരുപാട് ദൂരത്തൊന്നും പോയി കളിക്കാതെ, വെയിലൊക്കെയാണ്, അകത്ത് തന്നെ ഇരുന്നൊക്കെ കളിക്കുക. പിന്നെ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത ഒരു വ്ളോഗിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ, അധികമൊന്നുമില്ല എങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.